പറഞ്ഞു വരുന്നത് നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. കയ്യിൽ പണമില്ലെങ്കിൽ എന്താ, ഒരു പ്രശ്നമേ അല്ല, ഓണം അങ്ങോട്ട് കളറാക്കണം. അതിനായി നെട്ടോട്ടം ഓടുകയാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. 4200 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണക്കാല സാമ്പത്തിക പ്രതിസന്ധിക്ക് തൽക്കാലം അയവ് വരുന്നത്. ഓണച്ചെലവുകൾക്കായി പണം അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായി 4200 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. കേരളത്തിന് ഈ വർഷം ആകെ 37,512 കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഡിസംബർ വരെ 21,253 കോടി രൂപയും ശേഷിക്കുന്ന തുക ജനുവരി മുതൽ മാർച്ച് വരെ എടുക്കാനായിരുന്നു അനുമതി. കഴിഞ്ഞ ചൊവ്വാഴ്ച 21,253 കോടി രൂപയും സംസ്ഥാന സർക്കാരിന് കടമെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കാനായി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നും 5000 കോടി രൂപ മുൻകൂർ വായ്പയെടുക്കാനാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയത്. തൽക്കാലം 4200 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം. ഈ മാസം 10-ന് ഇതിൽ നിന്നും ആവശ്യമായ തുക വായ്പയെടുത്ത് ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്തുകയും ചെയ്യും. ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് 20,000 കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക. കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ബോണസും ഉത്സവബത്തയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെയുള്ള ധാരണ. സഹകരണ ബാങ്കിൽ നിന്നും 1000 കോടി രൂപ വായ്പയെടുത്ത് 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും. കയ്യും കണക്കുമില്ലാതെ കടമെടുക്കുന്നതിന്റെ ഫലം വരും മാസങ്ങളിൽ അറിയാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓണാവധി കഴിയുന്നതോടെ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുക്കേണ്ടി വരും. ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതിന് നിയന്ത്രണവും വന്നേക്കാം. ശമ്പളം, പെൻഷൻ, മരുന്നുവാങ്ങൽ തുടങ്ങി ചുരുക്കം ചെലവുകൾ ഒഴികെ എല്ലാ ബില്ലുകൾക്കും നിയന്ത്രണം ബാധകമാകും. അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രഖ്യാപിച്ചിരുന്ന സാലറി ചലഞ്ച് ഫലം കണ്ടില്ല എന്നാണ് വിലയിരുത്തൽ. സാലറി ചലഞ്ച് വഴി 500 കോടി രൂപ ലഭിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ ഈ ഇനത്തിൽ 200 കോടി രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് അനൌദ്യോഗിക കണക്ക്. അതേസമയം പൊതുജനങ്ങളിൽ നിന്നും പ്രമുഖരിൽ നിന്നും 317 കോടി രൂപ ലഭിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു.